ഇന്ന് നമ്മൾ നോക്കുന്നത് CBSE 8ാം ക്ലാസ് ഹിസ്റ്ററിയുടെ ആറാമത്തെ ചാപ്റ്ററിൻ്റെ പേര് വീവേഴ്സ്, അയൺ സ്മെൽറ്റേഴ്സ് ആൻഡ് ഫാക്ടറി ഓണേഴ്സ് എന്നാണ്. ഇതിൻ്റെ 2 പാർട്ടുകൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇത് 3ാമത്തെ പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. അത് ആദ്യത്തെ പാർട്ടുകൾ കാണാത്തവർ അത് ആദ്യം കാണണം. കോട്ടൺ മിൽസ് കം അപ്പ്. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് കോട്ടൺ മിൽസ് ഡെവലപ്പ് ചെയ്തു വന്നത്, അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഫസ്റ്റ് കോട്ടൺ മിൽ ഇൻ ഇന്ത്യ വാസ് സെറ്റപ്പ് ആസ് എ സ്പിന്നിങ് മിൽ ഇൻ ബോംബെ ഇൻ 1854. 1854 ഇന്ത്യയിൽ ബോംബെയിൽ ഒരു സ്പിന്നിങ് മിൽ അല്ലെങ്കിൽ ഒരു കോട്ടൺ മില്ല് വന്നത്. ഫ്രം ദ ഏർലി 19th century, Bombay had grown as an important port for the export of raw cotton from India to England and China. ഇംഗ്ലണ്ടിലേക്കും ചൈനയിലോട്ടുമൊക്കെ ഇന്ത്യയിൽ നിന്ന് കോട്ടൻ്റെ ആ റോ മെറ്റീരിയൽ അത് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു മെയിൻ പോർട്ടായിരുന്നു ഈ ബോംബെയിലെ. ആൻഡ് ഇറ്റ് വാസ് ക്ലോസ് ടു ദ വാസ്റ്റ് ബ്ലാക്ക് സോയിൽ ട്രാക്ട് ഓഫ് വെസ്റ്റേൺ ഇന്ത്യ വെർ കോട്ടൺ വാസ് ഗ്രോൺ. വെസ്റ്റേൺ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ള ഒരു സ്ഥലമായിരുന്നു ഈ ബോംബെ. ആ സ്ഥലം ബോംബെ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ക്ലോസ് ടു ദ വാസ്റ്റ് ബ്ലാക്ക് സോയിൽ ട്രാക്ട് ഓഫ് വെസ്റ്റേൺ ഇന്ത്യ. വെസ്റ്റേൺ ഇന്ത്യയിൽ ബ്ലാക്ക് സോയിൽ ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു. ആ ബ്ലാക്ക് സോയിൽ കോട്ടൻ്റെ പ്രൊഡക്ഷന്, കോട്ടൻ്റെ കൾട്ടിവേഷന് വളരെ സഹായമാണ്. When the cotton textile mills came up, they could get supplies of raw materials with ease. അങ്ങനെ കോട്ടൺ ടെക്സ്റ്റൈൽ മിൽസ് അവിടെ വന്നപ്പോൾ അവർക്ക് ഈ കോട്ടൺ അവിടെ നന്നായിട്ട് കൃഷി ചെയ്യുന്നത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ഈ കോട്ടൺ ടെക്സ്റ്റൈൽസ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് അവർക്ക് കിട്ടുമായിരുന്നു. ഈ 10ാമത്തെ ഫിഗർ 10 കാണിക്കുന്നത് വർക്കേഴ്സ് ഇൻ കോട്ടൺ ഫാക്ടറിയിലുള്ള വർക്കേഴ്സിനെയാണ് കാണിക്കുന്നത്. മോസ്റ്റ് വർക്കേഴ്സ് ഇൻ ദ സ്പിന്നിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ മൊത്തവും സ്ത്രീകളായിരുന്നു. അതുപോലെ തന്നെ വീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ മോസ്റ്റ്ലി ആണുങ്ങളായിരുന്നു, പുരുഷന്മാരായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ബൈ 1900 ഓവർ 84 മിൽസ് സ്റ്റാർട്ടഡ് ഓപ്പറേറ്റിംഗ് ഇൻ ബോംബെയിൽ 84 മില്ലുകൾ സ്റ്റാർട്ട് ചെയ്തു. മെനി ഓഫ് ദീസ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ പാർസി ആൻഡ് ഗുജറാത്തി ബിസിനസ്മാൻ. പാർസികളും ഗുജറാത്തികളുമായ ബിസിനസ്മാൻ ആണ് ഈ മില്ലുകളെല്ലാം തുടങ്ങിയത്. ആൻഡ് ഹാഡ് മെയ്ഡ് ദെയർ മണി ത്രൂ ട്രേഡ് വിത്ത് ചൈനയിലോട്ട് കച്ചവടം നടത്തിയിട്ടാണ് അവർ പൈസ ഉണ്ടാക്കിയത്. മിൽസ് കെയിം അപ്പ് ഇൻ അതർ സിറ്റീസ് ടു. മറ്റുള്ള സിറ്റികളിൽ മിൽസ് ഡെവലപ്പ് ചെയ്തു, മില്ലുകളുണ്ടായി. ദ ഫസ്റ്റ് മിൽ ഇൻ അഹമ്മദാബാദ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1861. 1861 അഹമ്മദാബാദിലെ ആദ്യത്തെ ഈ കോട്ടൺ ടെക്സ്റ്റൈൽ മിൽ തുടങ്ങിയത്. എ ഇയർ ലേറ്റർ മിൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കാൺപൂർ ഇൻ ദ യുണൈറ്റഡ് പ്രൊവിൻസസ്. യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മളുടെ UP ആണ്, ഉത്തർപ്രദേശാണ്. ആ ഉത്തർപ്രദേശിലെ കാൺപൂരിൽ 1861 കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവിടെയും തുടങ്ങി. ഗ്രോത്ത് ഓഫ് കോട്ടൺ മിൽസ് ലെഡ് ടു ഡിമാൻഡ് ഫോർ ലേബർ. അപ്പോൾ ജോലിക്കാരെ കൂടുതലായി അത്യാവശ്യം വന്നു. ഇങ്ങനെ കോട്ടൺ മിൽസൊക്കെ ഉണ്ടായപ്പോൾ തൗസൻഡ്സ് ഓഫ് പുവർ പെസൻസ്, ആർട്ടിസൻസ് ആൻഡ് അഗ്രികൾച്ചറൽ ലേബേഴ്സ് മൂവ്ഡ് ടു ദ സിറ്റീസ് ടു വർക്ക് ഇൻ ദ മിൽസ്. മില്ലുകളിൽ ജോലി ചെയ്യാനായിട്ട് കൃഷിക്കാരും പിന്നെ മറ്റു പല പണികളും ചെയ്യുന്നവരും ലേബറേഴ്സും കൂലിപ്പണിക്കാരെല്ലാവരും അങ്ങനെ സിറ്റിയിലോട്ട് വന്ന് ഈ മില്ലുകളിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ഇൻ ദ ഫസ്റ്റ് ഫ്യൂ ഡെക്കേഡ്സ് ഓഫ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്, ദി ടെക്സ്റ്റൈൽ ഫാക്ടറി ഇൻ ഇന്ത്യ ഫേസ്ഡ് മെനി പ്രോബ്ലംസ്. ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ ഈ ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ ഫാക്ടറികൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നു. ഇറ്റ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കമ്പീറ്റ് വിത്ത് ദ ചീപ്പ് ടെക്സ്റ്റൈൽസ് ഇമ്പോർട്ടഡ്. സോ ചീപ്പ് ടെക്സ്റ്റൈൽ മറ്റുള്ള സ്ഥലത്തു നിന്ന് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്തിരുന്നു. അതുമായിട്ട് ഇതിന് ഒരുപാട് മത്സരിക്കേണ്ടി വന്നു. ഫ്രം ബ്രിട്ടനിൽ നിന്ന് വന്ന ആ തുണിത്തരങ്ങളിൽ അതുമായിട്ട് ആ ടെക്സ്റ്റൈലുമായിട്ട് ഇന്ത്യൻ ടെക്സ്റ്റൈൽസിന് മത്സരിക്കേണ്ടി വന്നു.
In most countries, government supported industrialization by imposing heavy duties on imports. എല്ലാ രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം അവരുടെ ഇൻഡസ്ട്രിയലൈസേഷൻ, അവരുടെ കമ്പനികൾ വരാനായിട്ട് ആ കൺട്രി മറ്റുള്ളവിടെ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് ഒരുപാട് ടാക്സ് ഈടാക്കുമായിരുന്നു. ആൻഡ് ദിസ് എലിമിനേറ്റഡ് കോമ്പറ്റീഷൻ ആൻഡ് പ്രൊട്ടക്റ്റഡ് ഇൻഫൻറ്റ് ഇൻഡസ്ട്രീസ്. അങ്ങനെ ആ ചെറിയ ചെറിയ ഇൻഡസ്ട്രികളെല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കുറയ്ക്കാനായിട്ട് അത് സഹായിച്ചു. പക്ഷേ ദ കൊളോണിയൽ ഗവൺമെൻറ് ഇൻ ഇന്ത്യ യൂഷ്വലി റെഫ്യൂസ് ടു സച്ച് പ്രൊട്ടക്ഷൻ ടു ലോക്കൽ ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരായിരുന്നു ആ സമയത്ത് ഭരിച്ചിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നില്ല. മറ്റുള്ള രാജ്യത്തു നിന്നെല്ലാം എന്തും വേണമെങ്കിലും ഇങ്ങനെ ഇവിടെ എസ്പെഷ്യലി കോട്ടൺ ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ തുണിത്തരങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുമായിരുന്നു. അങ്ങനെയുള്ള പ്രൊട്ടക്ഷനൊന്നും ഇന്ത്യക്കാർക്ക്, ഇന്ത്യയിലെ കമ്പനികൾക്ക് കിട്ടിയില്ല. ദ ഫസ്റ്റ് മേജർ സ്പേർട്ട് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോട്ടൺ ഫാക്ടറി പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ ദെർഫോർ വാസ് ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്തായിരുന്നു ഇന്ത്യയിലെ കോട്ടൺ ഫാക്ടറി കുറച്ച് ഡെവലപ്പ് ചെയ്തു വന്നത്. വെൻ ദ ടെക്സ്റ്റൈൽ ഇമ്പോർട്ട്സ് ഫ്രം ബ്രിട്ടൻ ഡിക്ലൈൻഡ്. ആ സമയത്ത് ബ്രിട്ടനിൽ നിന്നുള്ള ഈ കോട്ടൺ ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ഈ തുണിത്തരങ്ങൾ വരവ് കുറഞ്ഞു. ആൻഡ് ദി ഇന്ത്യൻ ഫാക്ടറീസ് വെർ കോൾഡ് അപ്പോൺ ടു പ്രൊഡ്യൂസ് ക്ലോത്ത് ഫോർ മിലിറ്ററി സപ്ലൈസ്. മിലിറ്ററിക്ക് ആവശ്യമുള്ള ക്ലോത്ത് ഉണ്ടാക്കാനായിട്ട് ഇന്ത്യൻ ഫാക്ടറികളെ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ സമയത്താണ് ഈ കോട്ടൺ ടെക്സ്റ്റൈൽ നമ്മുടെ ഇന്ത്യയിൽ കോട്ടൺ ഫാക്ടറികൾ തുടങ്ങി വന്നതും ഡെവലപ്പ് ചെയ്തതും. അടുത്തത് നമ്മൾ നോക്കുന്നത് ദ സ്വാർഡ് ഓഫ് ടിപ്പു സുൽത്താൻ ആൻഡ് വുഡ്സ് സ്റ്റീൽ. ടിപ്പു സുൽത്താൻ്റെ വാളിനെ കുറിച്ചും അതുപോലെ തന്നെ വുഡ് സ്റ്റീലിനെ കുറിച്ചുമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വുഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉരുക്ക്, വളരെ ഹാർഡായ, വളരെ ബലമുള്ള ഉരുക്ക് അല്ലെങ്കിൽ വുഡ് സ്റ്റീൽ, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. We begin the story of Indian steel and iron metallurgy by recounting the famous story of Tipu Sultan who ruled Mysore till 1799. 1799 വരെ, 1799 വരെ മൈസൂർ ഭരിച്ച ടിപ്പു സുൽത്താൻ്റെ കഥയെ ഓർത്തെടുത്തുകൊണ്ടേ നമുക്ക് ഇന്ത്യയിലെ സ്റ്റീലിൻ്റെയും അയണിൻ്റെയും മെറ്റലർജിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ഫൗട്ട് 4 wars, 4 യുദ്ധങ്ങൾ നയിച്ച ബ്രിട്ടീഷുകാരായിട്ട് 4 യുദ്ധം നടത്തി ഈ ടിപ്പു സുൽത്താൻ. ആൻഡ് ഡൈഡ് ഫൈറ്റിംഗ് വിത്ത് ഹിസ് സ്വോർഡ് ഇൻ ഹിസ് ഹാൻഡ്. കൈകളിൽ അദ്ദേഹത്തിൻ്റെ വാളും പിടിച്ചാണ് അദ്ദേഹം മരിച്ച് കിടന്നത് വരെ. ടിപ്പുസ് ലെജൻഡറി swords are now part of valuable collections in museum in England. ഇംഗ്ലണ്ടിലെ മ്യൂസിയത്തിലെ വാല്യുബിൾ കളക്ഷനിൽ ഈ ടിപ്പുവിൻ്റെ ലെജൻഡറി വാളുകളും ഉണ്ട്. ആൻഡ് ബട്ട് ഡു യു നോ വൈ ദ സ്വാർഡ് വാസ് സോ സ്പെഷ്യൽ? ആ വാളുകൾ എന്തുകൊണ്ടായിരുന്നു അത്ര സ്പെഷ്യൽ? ദ സ്വാർഡ് ഹാഡ് ആൻ ഇൻക്രെഡിബ്ലി ഹാർഡ് ആൻഡ് ഷാർപ്പ് എഡ്ജ്. ഹാർഡും ഷാർപ്പുമായിട്ടുള്ള എഡ്ജ് ഉണ്ടായിരുന്നു. കുഡ് ഈസിലി റിപ്പ് ത്രൂ ദ ഓപ്പണൻസ് ആമർ. അത് ഭയങ്കര മൂർച്ചയും അതുപോലെ തന്നെ ഹാർഡും ആയിരുന്നു അതിന്. ദ ക്വാളിറ്റി ഓഫ് ദ സ്വാർഡ് came from a special type of high carbon steel called woods. ആ ഹൈ കാർബൺ സ്റ്റീൽ, വുഡ്സ് എന്നാണ് അതിനെ വിളിച്ചത്. അതുകൊണ്ടായിരുന്നു അതായിരുന്നു ആ സ്വാഡിൻ്റെ സ്പെഷ്യാലിറ്റി, ആ വാളിൻ്റെ സ്പെഷ്യാലിറ്റി, വിച്ച് വാസ് പ്രൊഡ്യൂസ്ഡ് ഓൾ ഓവർ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്ത ഉരുക്കാണത്. വുഡ് സ്റ്റീൽ വെൻ മെയ്ഡ് ഇൻ ടു സ്വാഡ് produced a very sharp edge and flowing water pattern. അതുപോലെ ഫ്ലോയിങ് വാട്ടറിൻ്റെ പാറ്റേണിൽ അതുപോലെ തന്നെ വളരെ ഷാർപ്പ് എഡ്ജ് ആയി പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റീലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാളായിരുന്നു ടിപ്പുവിൻ്റെ വാളുകൾ. ദിസ് പാറ്റേൺ കെയിം ഫ്രം വെരി സ്മോൾ കാർബൺ ക്രിസ്റ്റൽസ് എംബഡഡ് ഇൻ ദി അയണിൽ എംബഡ് ചെയ്ത ചെറിയ ചെറിയ കാർബൺ ക്രിസ്റ്റൽസ് കൊണ്ടാണ് ഇങ്ങനെ ഒരു പാറ്റേൺ വുഡ് സ്റ്റീലിൽ ഉണ്ടായത്, അല്ലെങ്കിൽ ഉരുക്കിലുണ്ടായത്. ഫ്രാൻസിസ് ബച്ചാനൻ who toured through Mysore in 1800, a year after Tipu Sultan's death. ടിപ്പു സുൽത്താൻ മരിക്കുന്നത് 1799. അത് കഴിഞ്ഞ അടുത്ത വർഷം 1800
ഈ ഫ്രാൻസിസ് എന്ന ആൾ മൈസൂർ മൊത്തം ചുറ്റിക്കറങ്ങി ഒബ്സർവ് ചെയ്തു. has left us an account of the technique by which wood steel was produced in many hundreds of smelting furnaces in Mysore. മൈസൂരിലെ ഈ ഇരുമ്പ് ഉരുക്കുന്ന സ്മെൽറ്റിംഗ് ഫേർണസസിൽ എങ്ങനെയാണ് ഈ വുഡ് സ്റ്റീൽ ഉണ്ടാക്കിയിരുന്നത് എന്നതിനെക്കുറിച്ച് എഴുതി അല്ലെങ്കിൽ കണ്ടുപിടിച്ചിരുന്നു അദ്ദേഹം. ഇൻ ദീസ് ഫേർണസസ് അയൺ വാസ് മിക്സ്ഡ് വിത്ത് ചാർക്കോൾ. ഈ ഫർണസുകളിൽ അയണും ചാർക്കോൾ മിക്സ് ചെയ്യായിരുന്നു. ആൻഡ് പുട്ട് ഇൻസൈഡ് സ്മോൾ ക്ലേ പോട്ട്സിൻ്റെ ഉള്ളിൽ എന്നിട്ട് അതിടും. ത്രൂ ആൻ ഇൻട്രിക്കേറ്റ് കൺട്രോൾ ഓഫ് ടെമ്പറേച്ചർ ദ സ്മെൽറ്റേഴ്സ് പ്രൊഡ്യൂസ് സ്റ്റീൽ ഇൻഗോട്ട്സ് that were used in sword making, not just in India but in the West and Central Asia too. വെസ്റ്റ് ഏഷ്യയിലും സെൻട്രൽ ഏഷ്യയിലും ഇന്ത്യയിലുമൊക്കെ ഇതുപോലെയായിരുന്നു ആ സമയത്ത് വാളുകൾ ഉണ്ടാക്കിയിരുന്നത്. വുഡ്സ് ഈസ് ആൻ ആംഗ്ലിസൈസ്ഡ്, ഇതാണ് ടിപ്പുവിൻ്റെ വാള്, അതിൻ്റെ പിടിയാണ് കാണിച്ചിരിക്കുന്നത്. ആംഗ്ലിസൈസ്ഡ് വേർഷനാണ് ഈ വുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇംഗ്ലീഷുകാരങ്ങനെയാണ് പറയുന്നത്. വേർഷൻ ഓഫ് കന്നഡ വേർഡ് ഉക്കു എന്നാണ് അതിനെ പറയുന്നത്. തെലുഗു ഹുക്കു എന്ന് പറയും അതിനെ. തമിഴിലും മലയാളത്തിലും ഉരുക്ക് എന്നാണ് പറയുന്നത്. ആ ഉരുക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ എന്നാണ്. ആ ഉരുക്കിനെ തന്നെയാണ് വുഡ്സ് എന്ന് പറയുന്നത്. ഇന്ത്യൻ വുഡ് സ്റ്റീൽ ഫാസിനേറ്റഡ് യൂറോപ്യൻ സയൻറ്റിസ്റ്റുകളെ വളരെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു ഇന്ത്യയുടെ ഈ വുഡ് സ്റ്റീൽ. Michael Faraday, the legendary scientist and discoverer of electricity and electromagnetism, കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച മൈക്കൽ ഫാരഡേ, അദ്ദേഹം they spent 4 years studying the properties of Indian woods. 4 വർഷം ഇന്ത്യയിലെ ഈ വുഡ് സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിച്ചു അദ്ദേഹം 1818 മുതൽ 22 വരെ. However, wood steel making process which was so widely known in South India was completely lost by mid-19th century. mid-19th centuryയുടെ മിഡിലായപ്പോഴേക്കും ഈ വുഡ്സ് ഈ സ്റ്റീൽ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഇല്ലാതായി. അതുപോലെ തന്നെ ക്യാൻ യു ഗെസ് വൈ ദിസ് വാസ് സോ? എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾക്ക് ഗെസ് ചെയ്യാൻ പറ്റുമോ? Swords and armor making industry died with the conquest of India by British, and imports of iron and steel from England displaced the iron and steel produced by craftspeople in India. എന്താണെന്ന് വെച്ചാൽ ഈ വാളുകളും അതുപോലെ തന്നെ മറ്റുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ഇന്ത്യയെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാക്കാനുള്ള അനുമതിയില്ല, ഉണ്ടാക്കാനും പറ്റാതായി. അതുപോലെ തന്നെ അയണും സ്റ്റീലും ഒക്കെ ഇംഗ്ലണ്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, അവിടെ നിന്ന് ഇന്ത്യയിലെത്താൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അയൺ ആൻഡ് സ്റ്റീൽ, നമ്മുടെ ഈ വുഡ് സ്റ്റീലൊന്നും ഈ ഉരുക്കൊന്നും പിന്നീട് നമ്മുടെ ഇന്ത്യയിൽ ക്രാഫ്റ്റ്മാൻമാർ ഉണ്ടാക്കിയില്ല. അതായിരുന്നു ആ ഒരു ഇൻഡസ്ട്രി ഇല്ലാതായി പോകാനുള്ള കാരണം. അടുത്തത് അബാൻഡൻഡ് ഫേർണസസ് ഇൻ ദ വില്ലേജസിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഫേർണസസുകൾ, ഈ ഇരുമ്പും ഉരുക്കാൻ ഉപയോഗിച്ച ആ അടുപ്പുകളാണ് ഫേർണസസ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഓഫ് വുഡ് സ്റ്റീൽ റിക്വയർഡ് എ ഹൈലി സ്പെഷ്യലൈസ്ഡ് ടെക്നിക് ഓഫ് റിഫൈനിങ് അയൺ. ഈ വുഡ് സ്റ്റീൽ ഉണ്ടാക്കാനായിട്ട് വളരെ സ്പെഷ്യലൈസ്ഡ് ടെക്നിക്കാണ് അത്യാവശ്യമായിരുന്നത്. ബട്ട് ദ അയൺ സ്മെൽറ്റിംഗ് ഇൻ ഇന്ത്യ വാസ് എക്സ്ട്രീംലി കോമൺ ടിൽ ദി എൻഡ് ഓഫ് ദി 19th century. ഈ അയൺ സ്മെൽറ്റിങ് 19th centuryയുടെ അവസാനം വരെ കോമൺ ആയിരുന്നു. ഇൻ ബീഹാർ ആൻഡ് സെൻട്രൽ ഇന്ത്യ, ബീഹാറിലും സെൻട്രൽ ഇന്ത്യയിലും ഇൻ പർട്ടിക്കുലർ എവറി ഡിസ്ട്രിക്റ്റ് had smelters that used local deposits of ore to produce iron, which was widely used for the manufacture of implements and tools of daily use. അതായത് ഡെയിലി യൂസിന് വേണ്ടിയുള്ള ടൂൾസും ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ സെൻട്രൽ ഏഷ്യയിലും ബീഹാറിലും ഒക്കെ ഇങ്ങനെ സ്മെൽറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇരുമ്പ് ഉരുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ലോക്കലായിട്ട് കിട്ടുന്ന ഇരുമ്പ് എടുത്താണ് അവരിങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ദ ഫേർണസസ് വെയർ
മോസ്റ്റ് ഓഫൻ ബിൽറ്റ് ഓഫ് ക്ലേ ആൻഡ് സൺ ഡ്രൈഡ് ബ്രിക്സ്. ആ ഫർണസസുകൾ, അടുപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് കളിമണ്ണ് കൊണ്ടും അതുപോലെ തന്നെ സൺ ഡ്രൈഡ് ബ്രിക്സ്, അതായത് വെയിലത്തുണക്കിയ ബ്രിക്കുകളൊക്കെ കൊണ്ടാണ്, ചെങ്കല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ദ സ്മെൽറ്റിംഗ് വാസ് ഡൺ ബൈ മെൻ വൈൽ വുമൻ വർക്ക്ഡ് ദി ബെല്ലോസ്. സ്മെൽറ്റിങ് ചെയ്തുകൊണ്ടിരുന്നത് പുരുഷന്മാരാണ്, പക്ഷേ അതിലെ ബെല്ലോസ്, ഈ കാറ്റ് അടിക്കുന്ന സാധനമാണ്. ഡിവൈസ് എക്യുപ്മെൻറ്റ് ദാറ്റ് ക്യാൻ പമ്പ് എയർ പമ്പ് ചെയ്യുന്ന ആ ഡിവൈസിനാണ് ബെല്ലോസ്. ആ ബെല്ലോസ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് സ്ത്രീകളായിരുന്നു. പമ്പിങ് എയർ ദാറ്റ് കെപ്റ്റ് ചാർക്കോൾ ബേണിങ്. ചാർക്കോൾ അല്ലെങ്കിൽ ആ കരി കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഡിവൈസാണ് ബെല്ലോസ്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്ത്രീകളായിരുന്നു. ഈ കാണിക്കുന്ന ഫിഗർ 12 എന്ന് പറയുന്നത് അയൺ സ്മെൽറ്റേഴ്സ് ഓഫ് പലമോ, ബീഹാറിലെ അയൺ സ്മെൽറ്റേഴ്സിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബൈ ദ ലേറ്റ് 19th സെഞ്ച്വറിയുടെ അവസാനമായപ്പോഴേക്കും ഹൗവർ ദ ക്രാഫ്റ്റ് ഓഫ് അയൺ സ്മെൽറ്റിംഗ് വാസ് ഇൻ ഡിക്ലൈൻ. ഈ അയൺ സ്മെൽറ്റിങ്, ആ ക്രാഫ്റ്റ്, ആ കല നശിക്കാൻ തുടങ്ങി. ഇൻ മോസ്റ്റ് വില്ലേജസ് ഫർണസസ് ഫെൽ ഇൻ ടു ഡിസ്യൂസ്. ഫർണസസുകൾ ഉപയോഗിക്കാതായി, അടുപ്പുകൾ ഉപയോഗിക്കാതായി. ആൻഡ് എമൗണ്ട് ഓഫ് അയൺ പ്രൊഡ്യൂസ്ഡ് കെയിം ഡൗൺ. അയൺ അല്ലെങ്കിൽ ഈ ഇരുമ്പ് ഉണ്ടാക്കുന്ന അതിൻ്റെ എമൗണ്ടും ഒരുപാട് കുറഞ്ഞു. വൈ വാസ് ദിസ് സോ? എന്തുകൊണ്ടാണ് അങ്ങനെ കുറഞ്ഞത്? വൺ റീസൺ വാസ് ദ ന്യൂ ഫോറസ്റ്റ് ലോസ്. പുതിയ ഫോറസ്റ്റ് ലോസ് ആയിരുന്നു അതിനുള്ള കാരണം. ദാറ്റ് യു ഹാവ് റെഡ് ഇൻ ചാപ്റ്റർ 4 നമ്മൾ വായിച്ചിരുന്നു. വെൻ ദ കൊളോണിയൽ ഗവൺമെൻറ് പ്രിവെൻറ്റഡ് പീപ്പിൾ ഫ്രം എൻറ്ററിങ് ദ റിസർവ് ഫോറസ്റ്റിലോട്ടൊന്നും ഈ ആൾക്കാർക്ക് കയറാൻ പറ്റില്ല. ആൻഡ് ഹൗ കുഡ് ദി അയൺ സ്മെൽറ്റേഴ്സ് ഫൈൻഡ് വുഡ് ഫോർ ചാർക്കോൾ. ഈ കരിക്ക് വേണ്ടിയിട്ട്, ഈ ഫർണസ് കത്തിക്കാനായിട്ടുള്ള ചാർക്കോൾ അവർക്ക് എങ്ങനെ കിട്ടും? കാട്ടിൽ കയറാൻ അവർക്കുള്ള അനുവാദം ഇല്ല. വേർ വുഡ് ദേ ഗെറ്റ് അയൺ ഓർ എവിടെ നിന്ന് കിട്ടും? ഡിഫൈൻ ഫോറസ്റ്റ് ലോസ്. ഫോറസ്റ്റ് ലോസ് അത് കാറ്റിൽ പറത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതനുസരിക്കാതെ ദേ ഓഫൻ എൻറ്റേർഡ് ദ ഫോറസ്റ്റ് സീക്രട്ടായിട്ട് അവർ ഫോറസ്റ്റിൽ കയറുമായിരുന്നു. കളക്റ്റഡ് വുഡ്, മരം കളക്ട് ചെയ്യുമായിരുന്നു, തടി കളക്ട് ചെയ്യും. ബട്ട് ദേ കുഡ് നോട്ട് സസ്റ്റെയിൻ ദെയർ ഒക്കുപ്പേഷൻ ഓൺ ദീസ് ബേസിസ് ഫോർ ലോങ്. അങ്ങനെ ഒരുപാട് കാലം അങ്ങനെ അവർ ഈ തടി കട്ടുകൊണ്ട് അവർക്ക് ഈ ഒക്കുപ്പേഷനെ സസ്റ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ കണ്ടിന്യൂ ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. മെനി ഗേവ് അപ്പ് ദെയർ ക്രാഫ്റ്റ്. ഈ കല അവർ വേണ്ടാന്ന് വെച്ചു. ആൻഡ് ലുക്ക്ഡ് ഫോർ അതർ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. അതായത് ജീവിക്കാനായിട്ട് മറ്റുള്ള മാർഗങ്ങൾ അവർ തേടി. In some areas, the government did grant access to the forest. ചില ഏരിയാസിൽ ഗവൺമെൻറ് ആൾക്കാർക്ക് ഫോറസ്റ്റിനുള്ളിൽ കയറാനായിട്ടുള്ള, വുഡ് കളക്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കൊടുത്തു. ബട്ട് അയൺ സ്മെൽറ്റേഴ്സ് ഹാഡ് ടു പേ എ വെരി ഹൈ ടാക്സ് ടു ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ എവറി ഫർണസ് ദേ യൂസ്ഡ്. ഓരോ അടുപ്പും ഉപയോഗിച്ചിരുന്ന ഓരോ ഫർണസിനും അവർക്ക് വലിയൊരു ടാക്സ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കേണ്ടി വന്നു. ആൻഡ് ദിസ് റെഡ്യൂസ് ദെയർ ഇൻകം. അങ്ങനെ വന്നപ്പോൾ അവരുടെ ഇൻകം കുറഞ്ഞു പോയി, അവരുടെ പ്രോഫിറ്റ് കുറഞ്ഞു, ലാഭം കുറഞ്ഞു. മോർ ഓവർ ബൈ ദ ലേറ്റ് 19th century അയൺ ആൻഡ് സ്റ്റീൽ വാസ് ബീയിങ് ഇമ്പോർട്ടഡ് ഫ്രം ബ്രിട്ടൻ. ലേറ്റ് 19th century ആയപ്പോഴേക്കും ബ്രിട്ടനിൽ നിന്ന് അയണും സ്റ്റീലും നമ്മൾ വരുത്താൻ തുടങ്ങി, അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് വരാൻ തുടങ്ങി. അയൺ സ്മിത്സ് ഇൻ ഇന്ത്യ ബിഗാൻ യൂസിങ് ദി ഇമ്പോർട്ടഡ് അയൺ ടു മാനുഫാക്ചർ യൂട്ടൻസിൽസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ്. അതായത് ഉപകരണങ്ങളും പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പുറത്തുനിന്ന് വന്ന ഇമ്പോർട്ട് ചെയ്ത അയൺ ഇവിടെയുള്ള അയൺ സ്മിത്സ് യൂസ് ചെയ്യാൻ തുടങ്ങി, അവരുപയോഗിക്കാൻ തുടങ്ങി. ദിസ് ഇന്നെവിറ്റബിളി ലോവേർഡ് ദ ഡിമാൻഡ് ഫോർ അയൺ പ്രൊഡ്യൂസ്ഡ് ബൈ ലോക്കൽ സ്മെൽറ്റേഴ്സ് ഉണ്ടാക്കുന്ന ആ ഉരുക്ക് അല്ലെങ്കിൽ അയൺ, അതിൻ്റെ ഉപയോഗം കുറഞ്ഞു, അതിൻ്റെ പ്രൊഡക്ഷനും കുറഞ്ഞു. By the early 19th century, the artisans producing iron and steel faced a new competition. അതായത് ഏർലി 20th century ആയപ്പോഴേക്കും ഈ സ്റ്റീൽ ഉണ്ടാക്കുന്ന, അയൺ ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കുന്ന ആൾക്കാർ വേറൊരു പുതിയ കോമ്പറ്റീഷനും ഫേസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഈ നമ്മുടെ ഇന്ത്യയിലെ ലോക്കൽ സ്മെൽറ്റേഴ്സ് ഉണ്ടാക്കിയ ഉരുക്ക് അല്ലെങ്കിൽ ഇരുമ്പ്, അതിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു അല്ലെങ്കിൽ ഇല്ലാതായി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.